ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് നടക്കാൻ പോവുകയാണ്. ആറന്മുളയെല്ലാം വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ ഈ പമ്പ നദിക്കരയിൽ ഒരു പള്ളിയോടം പമ്പാ നദിയിലേക്ക് ഇറക്കുന്ന ദൃശ്യമാണിത്. 52 പള്ളിയോടങ്ങളാണ് ഇക്കുറി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ പള്ളിയോടം ഇങ്ങനെ പമ്പാ നദിയിലേക്ക് ഇറക്കുന്നത് വളരെ ആയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഒട്ടനവധി കരക്കാരാണ് ഈ ഒരു യജ്ഞത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ ഒരു പ്രത്യേക താളത്തിൽ ചൊല്ലുകളൊക്കെ ചൊല്ലിയാണ് ഈ പള്ളിയോടം പമ്പാ നദിയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇതാദ്യമായി ഏറെ നാളുകൾക്ക് ശേഷം 52 പള്ളിയോടങ്ങളും ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഇപ്പോൾ അല്പം കുറവാണ്. എങ്കിൽ പോലും ഉച്ചയ്ക്ക് ഈ മത്സരവള്ളംകളിയും ഒപ്പം ജലഘോഷയാത്രയും ആരംഭിക്കുന്ന സമയത്ത് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ തുറന്ന് പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർത്തും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സത്രക്കടവിൽ നിന്ന് പരപ്പുഴ കടവ് വരെയായിരിക്കും പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര നടക്കുക. പരപ്പുഴ കടവ് മുതൽ സത്രക്കടവ് വരെ മത്സര വള്ളംകളിയും നടക്കും. ഉച്ചയ്ക്ക് 1:45 ജലഘോഷയാത്ര നടക്കുക. മത്സര വള്ളംകളി 3 മണിക്ക് ആരംഭിക്കും. 4:30 ഫൈനൽ നടക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇക്കുറി ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മാതൃകയിൽ ടൈമിംഗ് അടിസ്ഥാനത്തിൽ പള്ളിയോടങ്ങൾ ഒരേപോലെയാക്കി സെൽഫ് സ്റ്റാർട്ട് ആയാണ് നടത്തുക. അതാത് കരകളിൽ നിന്നുള്ള തുഴച്ചിലുകാർ മാത്രമേ പള്ളിയോടത്തിൽ തുഴച്ചിലിനായി കയറാവൂ എന്ന് പള്ളിയോട സേവാ സംഘം നിബന്ധന വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയോടം ഇപ്പോൾ പമ്പാ നദിയിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആയാസകരമായിട്ടുള്ള ഒരു യജ്ഞമാണിത്. പള്ളിയോടം ഇതാ പമ്പാ നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ പള്ളിയോടങ്ങളുടെ അടിവശത്ത് തടികൾ ഇട്ട് ആ തടികളിൽ കൂടി നിരക്കിയാണ് ഈ പള്ളിയോടം പമ്പാ നദിയിലേക്ക് ഇറക്കുക. പള്ളിയോടം പമ്പാ നദിയിൽ ഇറക്കി കഴിഞ്ഞു. ഇങ്ങനെ 52 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിലും ഒപ്പം തന്നെ മത്സര വള്ളംകളിയിലും പങ്കെടുക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സത്രക്കടവിൽ ആറന്മുളയിൽ പൂർത്തിയായിട്ടുണ്ട്. ആദ്യം എ ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സര വള്ളംകളിയായിരിക്കും നടക്കുക. പിന്നീടായിരിക്കും ബി ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സര വള്ളംകളി നടക്കുക. വള്ളംകളി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. പൊതുസമ്മേളനം മന്ത്രി KN ബാലഗോപാലും നിർവഹിക്കും. ഈ പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലായുള്ള 52 കരകളിലെയും പള്ളിയോടങ്ങളാണ് ഇന്ന് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ മാറ്റിവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.